ഹായ്, ഇന്ന് പഴയ ജീൻസുകൾ അല്ലെങ്കിൽ പാൻറ്റുകൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ ഐഡിയ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് ഒരു ഉപേക്ഷിച്ച ജീൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ കാലിൽ നിന്ന് നമ്മൾ 30 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലിൽ നിന്ന് നമ്മൾ 3 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 പീസ് നമ്മൾ 30 സെൻറ്റിമീറ്റർ നീളത്തിലും പിന്നെ നമ്മളൊരു 20 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 2 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ചെയ്തിട്ടാണ് നമ്മൾ 3ാമത്തെ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം 30 സെൻറ്റിമീറ്ററിൽ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് സിമെൻ്റാണ്. അപ്പോൾ സിമെൻറ്റ് മാത്രമാണ്. അതിൽ വെള്ളം ചേർത്തിട്ട് നമ്മളതൊരു ടൈറ്റ് കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ ആ സിമെൻറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ജീൻസിൻ്റെ പീസ് നമുക്ക് അതിൽ മുക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ സിമെൻറ്റ് എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് സിമെൻറ്റിൽ ഇത് മുക്കിയെടുക്കണം. ഇനി സിമെൻറ്റിൽ മുക്കിയെടുത്ത ജീൻസിൻ്റെ വീതി കൂടുതലുള്ള ഭാഗം അടിഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ പിടിച്ചതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമ്മളിതാ മണൽ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും മണൽ നിറയ്ക്കുക, എംസാൻഡോ അല്ലെങ്കിൽ സീസാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും മണൽ നമുക്ക് ഇതിലേക്ക് റിവർ സാൻഡോ എന്ത് വേണമെങ്കിലും നമുക്ക് നിറച്ചെടുക്കാം. ഇത് നമ്മൾ സീ സ്റ്റാൻഡ് അതായത് കടൽപ്പുഴയാണ് നമ്മൾ നിറച്ചെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഉയരത്തിൽ നമുക്ക് ഈ മണൽ നിറച്ചെടുക്കാം. ഒരു 80% മണൽ നിറച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇതേപോലെ മടക്കി വെക്കുന്നുണ്ട്. മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സിമെൻറ്റ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2ാമത്തെ പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അത് 3 പീസ് നമ്മൾ ഒരേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻറ്റിൻ്റെ ഒരു കാലാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചത്. ഇനി നമുക്ക് വേണ്ടത് എംസാൻഡ് സിമെൻറ്റ് മിക്സ് ചെയ്ത നനയ്ക്കാത്ത പൊടി നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നനച്ച സിമെൻറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് എംസാൻഡും സിമെൻറ്റും 3:1 എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തത്. ഇനി നമുക്ക് ഈ സിമെൻറ്റ് നമുക്ക് ആദ്യം ഈ 3 പീസിൻ്റെ മുകൾ ഭാഗത്ത് പുറം ഭാഗത്തൂടെ നമുക്ക് തേച്ച് കൊടുക്കാം. തേച്ച് നന്നായിട്ട് മിനുക്കിയെടുക്കാം. അപ്പോൾ സൈഡ് ഭാഗത്തും അതേപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് തേച്ച് മിനുക്കിയെടുക്കാം. നനച്ച സിമെൻറ്റ് തേച്ച് മിനുക്കിയതിന് ശേഷം നമ്മൾ പൊടി അതായത് നമ്മൾ നനയ്ക്കാത്ത പൊടി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്, വാരി തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും നമ്മൾ നന്നായിട്ട് മിനുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 3 പീസ് നമ്മൾ സിമെൻറ്റ് തേച്ച് മിനുക്കി റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള 3 ചെടിച്ചട്ടി മതിയെങ്കിൽ നമുക്ക് ഇതിൽ നിർത്താം. ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള 3 ചെടിച്ചട്ടി കിട്ടും. പക്ഷേ നമ്മളിവിടെ 3 ചെടിച്ചട്ടികളും 3 ഡിസൈൻ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചെടിച്ചട്ടി നമ്മൾ ഇതേപോലെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ലെയർ കൂടി അതിൻ്റെ മുകളിൽ തേച്ച ശേഷം ചെറിയ വീതിയിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു സ്കെയിൽ വെച്ച് അതിൻ്റെ വീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ തേച്ച് എടുക്കുന്നുണ്ട്.
അപ്പോൾ അതാ ഫസ്റ്റ് പീസ് നമ്മൾ ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനൊരു വക്ക് കൊടുക്കണം. അപ്പോൾ അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ സിമെൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളതൊരു റൗണ്ടിൽ നമ്മളതൊന്ന് തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പീസിൻ്റെ ഡിസൈനിങ് ഒക്കെ പൂർത്തിയായി. ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് ഡിസൈൻ ചെയ്തെടുക്കുക. രണ്ടാമത്തെ പീസ് നമ്മളൊരു മരക്കുറ്റിയുടെ അതായത് തൊലിയോട് കൂടിയ മരത്തിൻ്റെ പീസിൻ്റെ സ്ട്രക്ചറോട് കൂടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് മാത്രമാണ് പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് തേച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ആ പേസ്റ്റ് രൂപത്തിലുള്ള സിമെൻറ്റ് തേച്ചിട്ട് നമ്മൾ ചെറിയ ആ ഒരു മുഴകൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പീസ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് മൂന്നാമത്തെ പീസ് ഡിസൈൻ ചെയ്തെടുക്കുക. അതിന് മുകളിൽ നമ്മൾ ആ പേസ്റ്റ് രൂപത്തിലുള്ള സിമെൻറ്റ് ആദ്യം തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തേച്ച് മിനുക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഡയമണ്ട് ഡിസൈൻ നമ്മൾ വരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മൂന്നാമത്തെ പീസിൽ ഡയമണ്ട് വരഞ്ഞ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു. അപ്പോൾ അതാ 3 പീസുകളും നമ്മൾ ഡിസൈൻ ചെയ്ത് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പൊക്കി എടുക്കാം. അപ്പോൾ അത് പൊക്കി എടുക്കുന്നതോടുകൂടി തന്നെ അതിനുള്ളിൽ നമ്മൾ നിറച്ച മണലൊക്കെ ഇതേപോലെ തൊയ്ഞ്ഞു പോയിക്കോളൂ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3 ചെടിച്ചട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നനച്ചെടുക്കണം. ഇതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ജീൻസിൻ്റെ എല്ലാ ഭാഗത്തും ഉൾഭാഗത്ത് നനയുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചുയറ്റി നനച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സിമെൻറ്റ് കുഴമ്പ് രൂപത്തിൽ ഇതേപോലെ വെള്ളം ചേർത്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിനുള്ളിൽ നമ്മൾ ചുയറ്റി എല്ലാ ഭാഗത്തും സിമെൻറ്റ് എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ചുയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 3 പീസിനും നമുക്ക് ഉൾഭാഗത്ത് ഇതേപോലെ സിമെൻറ്റ് നമുക്ക് ഇതേപോലെ ചുയറ്റിയെടുക്കാം. അപ്പോൾ അത് 3 പീസിൻ്റെ എല്ലാ ഭാഗത്തും സിമെൻറ്റ് എത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്തു. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിതിൽ വെള്ളം നിറച്ച് വെക്കണം. അപ്പോൾ 3 പീസിൽ നമ്മൾ ഒരു 2-3 ദിവസം നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം അത് ഉണങ്ങിയാൽ നമുക്ക് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം അത് ഉണങ്ങിയാൽ നമുക്ക് പെയിൻ്റ് അടിക്കാം. അപ്പോൾ അത് നമ്മുടെ ചെടിച്ചട്ടി നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഹോൾ തയ്യാറാക്കുന്നുണ്ട്. ഇൻഡോറിലേക്കാണെങ്കിൽ നമുക്ക് ഹോളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഔട്ട്ഡോറിലാണെങ്കിൽ നമ്മൾ ഹോള് കൊടുത്താൽ മതി. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹോൾ തയ്യാറാക്കിയത്. അതിനുശേഷം നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 3 പീസിലും നമ്മൾ ആദ്യം ടെറാക്കോട്ട കളറ് ബേസ് കളറായിട്ട് എല്ലാത്തിനും അടിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള 3 ചെടിച്ചട്ടികൾ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് അതിൽ ചെടിയൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തു. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ചെടിച്ചട്ടി നിർമ്മാണ രീതിയാണ് ഇത്. അപ്പോൾ നമ്മൾ ഒരുപാട് ചെടിച്ചട്ടികളുടെ നിർമ്മാണം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ്. അപ്പോൾ ഇൻഡോറിലേക്കും ഔട്ട്ഡോറിലേക്കും ആയിട്ടൊക്കെ ഉള്ള ചെടിച്ചട്ടികൾ നമുക്ക് ഇതേപോലെ നിർമ്മിച്ചെടുക്കാം. നമ്മൾ ഉപേക്ഷിക്കുന്ന ജീൻസുകളോ അതല്ലെങ്കിൽ കോട്ടൺ പാൻസുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെയുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ചെടിച്ചട്ടികളൊക്കെ നിർമ്മിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതേപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുമാണ് നമുക്ക് ഇതിലൊരു 10 രൂപയൊക്കെ നമുക്കൊരു ചെടിച്ചട്ടിക്ക് ആകെ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും നിർമ്മിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ചെടിച്ചട്ടികളും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.